മനുഷ്യർക്ക് ജീവിതത്തിൽ വിജയിക്കാനും ചിലപ്പോഴെങ്കിലും വലിയ പ്രതിസന്ധികൾ മറികടക്കാനും മറ്റു മനുഷ്യരുടെ സഹായഹസ്തങ്ങൾ തന്നെ ആവശ്യമായി വന്നേക്കാം. ചിലരെങ്കിലും പറയുന്നത് കേൾക്കാറുണ്ട്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന എന്നുള്ളതൊക്കെ. അതൊക്കെ ശരിക്കും പിന്നോട്ട് തിരിഞ്ഞ് ചിന്തിക്കാത്തത് കൊണ്ട് തോന്നുന്ന അബദ്ധ ധാരണകളാണ്. മനുഷ്യൻ ആത്യന്തികമായി സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരു തേനീച്ചയ്ക്കോ ഉറുമ്പിനോ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നതുപോലെ മനുഷ്യനും സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ മറ്റു മനുഷ്യരോട് ഇടപെട്ടും അവരുടെ സഹകരണങ്ങൾ കൊണ്ടും ചിലപ്പോഴെങ്കിലും സഹായങ്ങൾ കൊണ്ടുകൂടി മാത്രമേ ദീർഘകാലം നിലനിൽക്കുന്ന വിജയം നേടി ജീവിക്കാൻ കഴിയുകയുള്ളൂ. പെട്ടെന്നൊരു ചെറിയ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു ഉറച്ച ദൈവവിശ്വാസിയായ, ഒരു കടുത്ത ദൈവവിശ്വാസിയായ, ഏത് ആപത്തിലും ഏത് പ്രതിസന്ധിയിലും ദൈവം രക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ തോണിയിൽ ഒരു കായൽ കടക്കുകയാണ്. തൻ്റെ തോണിയിൽ ഒരു കായലിലൂടെ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്നൊരു കൊടുങ്കാറ്റും പേമാരിയും വന്ന് പെട്ടെന്ന് ഈ തോണി മുങ്ങിപ്പോയി. അത് തോണി തകർന്ന് തോണി മുങ്ങിപ്പോയി. ഈ മനുഷ്യന് വെള്ളത്തിലേക്ക് വീണുപോയി. പക്ഷേ ഇദ്ദേഹത്തിന് ഒട്ടും പേടി തോന്നിയില്ല. കാരണം ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു, ദൈവം തന്നെ രക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യാതൊരു ഭയവും തോന്നിയില്ല. ദൈവം രക്ഷിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. പെട്ടെന്ന് ഈ തോണി അപകടത്തിൽപ്പെടുന്നത് കണ്ട് മറ്റൊരു തോണി ഇത് കാണുകയും ആ തോണിക്കാരൻ ഇദ്ദേഹത്തിനടുത്തേക്ക് പെട്ടെന്ന് തുഴഞ്ഞു വന്ന് ഈ തോണിയിൽ കയറു, രക്ഷപ്പെടുത്താമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഈ വീണ് കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞു, സഹോദര, നിങ്ങൾ എന്നെ ഓർത്ത് വേദനിക്കുകയേ വേണ്ട, ഞാൻ ഉറച്ച ദൈവവിശ്വാസിയാണ്, എൻ്റെ ദൈവം എന്നെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, ദൈവം എന്നെ രക്ഷപ്പെടുത്തിക്കോളും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മണ്ടത്തരം പറയാതെ പെട്ടെന്ന് തോണിയിൽ കയറും, ഞാൻ രക്ഷപ്പെടുത്താം. നോക്കൂ, ഒരു മനുഷ്യൻ്റെ രക്ഷയെക്കാട്ടിലും വലുതാണ് ദൈവം രക്ഷിക്കാൻ പുറപ്പെട്ടാൽ ദൈവം എന്നെ രക്ഷിച്ചുകൊള്ളും, നിങ്ങൾ എന്നെ ഓർത്ത് വേദനിക്കാതെ തിരികെ പോകും എന്ന് പറയുകയും തർക്കിച്ച് നിൽക്കാൻ സമയമില്ലാത്തതിനാൽ ആ തോണിക്കാരൻ തിരികെ പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കായലിൽ അപകടം നടന്നു പറഞ്ഞ രക്ഷാദൗത്യ സംഘങ്ങൾ പുറപ്പെട്ടു. ഒരു രക്ഷാ ബോട്ട് ഇദ്ദേഹത്തിന് അടുത്തേക്ക് എത്തി. ആ രക്ഷാ ബോട്ടിലെ ആളുകൾ പറഞ്ഞു, ബോട്ടിലേക്ക് കയറുമെന്ന് പറയുന്നു. ഇദ്ദേഹം പറഞ്ഞു, വേണ്ട, നിങ്ങൾ എന്നെ സ്പർശിക്കരുത്, നിങ്ങൾ തിരികെ പോകൂ, ദൈവം എന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളും, നിങ്ങളെ മനുഷ്യരെക്കാട്ടിലും എത്രയോ ശക്തനാണ് ദൈവം, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എന്നെ രക്ഷപ്പെടുത്തും, ദൈവം അതിന് ശക്തിയുള്ളവരാണ്, ഞാൻ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നു, ദൈവം എന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളും. തർക്കത്തിൽ നിൽക്കാതെ അത്യാവശ്യം നിർബന്ധിച്ച് നോക്കിയെങ്കിലും അതിന് വഴങ്ങാത്തതിനാൽ ആ രക്ഷാ ബോട്ടുകാരും മടങ്ങിപ്പോയി. അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ട്, ദൈവം തന്നെ രക്ഷിക്കും, എനിക്ക് ഒരാപത്തും സംഭവിക്കില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. യാതൊരു സംശയവും അദ്ദേഹത്തിനില്ല. അപ്പോൾ ഒരു രക്ഷാ ഹെലികോപ്റ്റർ തന്നെ വന്നു. ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു കമാൻഡോ താഴേക്ക് തൂങ്ങി ഇറങ്ങിയിട്ട് പറഞ്ഞു, സഹോദരൻ, നിന്നെ രക്ഷപ്പെടുത്താം. അപ്പോഴും ഈ തോണിക്കാരൻ പറഞ്ഞു, ഈ വീണ് കിടക്കുന്ന ആ തോണിയിൽ നിന്ന് വീണ് മുങ്ങിപ്പോകാൻ തുടങ്ങുന്ന വ്യക്തി പറഞ്ഞു, വേണ്ട, നിങ്ങൾ തിരികെ പോയിക്കോളൂ, ദൈവം എന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളും, ദൈവത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ശക്തനായ ദൈവം എന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളും എന്ന് അദ്ദേഹം പറഞ്ഞു. തർക്കിച്ചിട്ടും പ്രയോജനം ഇല്ലാത്തതിനാൽ ആ ഹെലികോപ്റ്ററുകാരും മടങ്ങിപ്പോയി. നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹം മരിച്ച് സ്വർഗത്തിലെത്തി. ആദ്യം തന്നെ ദൈവത്തെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ചോദിക്കാനുണ്ടായിരുന്നത്, ദൈവമേ, എന്തൊരു പണിയാണ് കാണിച്ചത്, ഞാൻ ഇത്രയും വിശ്വാസം അർപ്പിച്ചിട്ടും ദൈവം രക്ഷിക്കുമെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസം ഉണ്ടായിട്ടും അങ്ങ് എന്തുകൊണ്ട് എന്നെ രക്ഷിച്ചില്ല? അപ്പോൾ ദൈവം പറഞ്ഞു, വിഡ്ഢി, നിന്നെ രക്ഷിക്കാനായി ഞാൻ ആദ്യം ഒരു തോണിക്കാരനെ അയച്ചു, നീ അതിൽ കയറിയില്ല. രണ്ടാമത് ഞാനൊരു ബോട്ട് തന്നെ, ഒരു രക്ഷാ ബോട്ട് തന്നെ അയച്ചു, നീ അതിലും കയറിയില്ല. മൂന്നാമത് ഞാനൊരു ഹെലികോപ്റ്റർ തന്നെ അയച്ചു, നീ അതിലും കയറിയില്ല. ആ സഹായഹസ്തങ്ങൾ നീ കാണാത്തത് എൻ്റെ കുഴപ്പമല്ല, ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം, പ്രകൃതി, എന്തു തന്നെയാകട്ടെ, നിങ്ങൾ യുക്തിവാദികളോ ദൈവവിശ്വാസികളോ എന്തു തന്നെയാകട്ടെ, രക്ഷ പലപ്പോഴും വരുന്നത് മറ്റു മനുഷ്യരിൽ കൂടിയുമാണ്. അതുകൊണ്ട് തന്നെ ആ സഹകരണ മനോഭാവം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. മറ്റു സഹായഹസ്തങ്ങൾ കാണാതിരിക്കരുത്. ലോകത്തേക്ക് എപ്പോഴും നമ്മൾ കൺ തുറന്ന് നോക്കിക്കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടുന്നത്. അവസരങ്ങളും സഹായങ്ങളും പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ കഴിയുന്നതുമൊക്കെ പലപ്പോഴും മറ്റു മനുഷ്യരുടെ സഹായത്തോടു കൂടിയായിരിക്കും. മനുഷ്യൻ ആത്യന്തികമായി സാമൂഹ്യ ജീവിയാണ്. അതിനാൽ ഒറ്റയ്ക്കങ്ങ് നേടിക്കളയാമെന്നല്ല കരുതേണ്ടത്. കൂടെ നിർത്തേണ്ടവരെ കൂടെ നിർത്താനും ആവശ്യമായ സമയത്ത് സഹായഹസ്തങ്ങൾ സ്വീകരിക്കാനും മടിക്കാതിരിക്കുമ്പോഴാണ് ഈഗോയെല്ലാം വെടിഞ്ഞ്, അഹങ്കാരങ്ങളെല്ലാം വെടിഞ്ഞ്, നന്മയുള്ള മനസ്സോടുകൂടി തന്നെ മറ്റു മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും മറ്റു മനുഷ്യരിൽ നിന്ന് സഹായങ്ങളും അല്ലെങ്കിൽ സഹകരണവും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴല്ല, അത്തരം സഹായ സഹകരണങ്ങളോടെ പരസ്പരം ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാവർക്കും വിജയിക്കാൻ കഴിയുന്നത്. അതിൽ ചിലരൊക്കെ ഉന്നതമായ വിജയങ്ങൾ നേടുകയും ചെയ്യും. ആ വിജയം മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി ഉള്ളതാവണം. അപ്പോഴാണ് മനുഷ്യർക്ക് പരസ്പരം പ്രകാശം വരുത്തുന്ന രീതിയിൽ ജീവിക്കാൻ കഴിയുക. ഉറുമ്പ്, തേനീച്ച തുടങ്ങിയ ജീവികൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന ജീവികളല്ല. കാരണം അവ സാമൂഹ്യ ജീവികളാണ്. നിങ്ങൾക്ക് അതേക്കുറിച്ച് അറിയാമെന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് മനുഷ്യനും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആ സാമൂഹ്യ ജീവിത സ്വഭാവം, ഒരു സോഷ്യൽ ആനിമലായി തന്നെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് വ്യക്തിപരമായി വിജയിക്കാൻ കഴിയുക. സമൂഹത്തിനും കുടുംബത്തിനും എല്ലാ മനുഷ്യർക്കും നന്മയുള്ളവരായി പ്രകാശം വരുത്തുന്ന ജീവിതം നടപ്പാക്കാനും കഴിയുക. ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ കൂടെ അത് മനസ്സിലാക്കി ചിന്തിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് വലിയ വിജയങ്ങൾ നേടാൻ കഴിയുക എന്നുള്ളൂടെ ചിന്തിക്കാൻ ശ്രമിക്കുക. ഓർക്കുക, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയും പ്രയോഗിക്കുകയും ചെയ്യുക.